ഹലോ ഡിയർ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ ദേവിക അരുന്ധതിയുടെ വീട്ടിലാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മുടെ ആ ഒരു ഹോം നേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഹോം നേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഋഷിക്കിപ്പോ ലീന മതിയല്ലോ, ദേവികനെ കാണാതെ ഇപ്പൊ ഇരിക്കപ്പുറത്തില്ലാന്നായി എന്നൊക്കെ നമ്മുടെ അരുന്ധതിയോട് പറയുന്നുണ്ട്. അപ്പൊ അരുന്ധതി അവളുടെ നമ്മുടെ ഹോം നേഴ്സിന്റെ കർണത്തിട്ടൊന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ടേ നമ്മുടെ ദേവികയുടെ മുന്നിൽ വെച്ച്. അപ്പുറത്ത് ഗിരീഷ് മാഷ് നമ്മുടെ രചനയും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷ് പറയും, കുറച്ച് ദിവസം ദേവിക ഓഫീസിൽ പോകാതെ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിക്കോളും എന്ന് പറയുമ്പോൾ നമ്മുടെ രജനി പറയുന്നുണ്ട്, ആര് വീട്ടിൽ നിൽക്കുന്നു, ദേവിക രാവിലെ തന്നെ വീണ്ടും ഓഫീസിലേക്ക് പോയായിരുന്നു. എന്നിട്ട് രജനി പറയുന്നുണ്ട്, എനിക്കെന്തോ പേടിയാവുന്നു, ചന്ദ്രോത്ത് എന്തോ വലിയ അപകടം നടക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രജനി പറയുന്നുണ്ട്. അപ്പൊ ഗിരീഷ് മാഷിനും ആകപ്പാടെ പേടി, ദേവിക വീണ്ടും ഓഫീസിൽ പോയി എന്ന് കേട്ടപ്പോൾ. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാവരും ഭയങ്കര വിഷമത്തിൽ നിൽക്കുക കേട്ടോ. നമ്മുടെ ദേവികയാണെങ്കിൽ പോകാതിരിക്കുന്നുമില്ല, നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ദേവിക ഇങ്ങനെ പിടിമുറുക്കി വെച്ചിരിക്കുകയാണ്, എന്തായാലും വന്നേ പറ്റൂ എന്നും പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നീട് നമ്മുടെ പുതിയ പോലീസ് ഓഫീസർ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരികയാട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ ജയിലിൽ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാരത്തി പറയുകയാണ്, ത്യാഗരാജൻ ജയിലിലോ, അയാളുടെ വീട്ടിലുണ്ട് മാഡം എന്നിങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും ത്യാഗരാജനും പുറത്തുണ്ട്, നമ്മുടെ അരുന്ധതിയുടെ കെണി അതും നമ്മുടെ ദേവികയെ മുറുക്കി പിടിച്ചിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർക്ക് വീണ്ടും ആ ഒരു കലികാലം തന്നെയാ വരാൻ പോകുന്നത് അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.